നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഇന്ന് നമ്മുടെ ഏബിൾ ഡിജിറ്റൽ മീഡിയയിലെ ബാബുച്ചേട്ടൻ കൂടി നമ്മുടെ അങ്കമാലി അറ്റ്ലസ് വരെ വന്നിരിക്കുകയുണ്ട്. അപ്പോൾ ഇവിടെ ഓൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷൻ്റെ ഒരു ഫോട്ടോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇത് 2024 ഫെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് കൂടുതൽ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോണ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഇതിനകത്ത് കാണാം? ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി സംബന്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇത് പരിചയപ്പെടുത്തലും, പിന്നെ ഫാഷൻ ഷോ, പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ക്ലാസ്സുകൾ, പിന്നെ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, പരിചയപ്പെടാനുള്ള അവസരങ്ങൾ. ജൂൺ 13, 14, 15 ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അറ്റ്ലസിലാണ്. അപ്പോൾ എനിക്കൊരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഗേറ്റ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗേറ്റ് പാസ്, ഗസ്റ്റ് പാസ് ആണ് കേട്ടോ. ബാബുചേട്ടനൊക്കെ ഇതിൻ്റെ മെയിൻ ആളാണ്. കണ്ട കടണ്ട മെയിൻ ആളാണ്. ബാബുചേട്ടനാണ് എനിക്ക് ടിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ കയറാൻ പോകണം. ഇപ്പോൾ അറ്റ്ലസ് ആണ് കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറേയധികം ഫോട്ടോസ് ഉണ്ട്, കുറേയധികം ക്യാമറയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്, ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് കേട്ടോ. പിന്നെ അറ്റ്ലസിനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മുടെ പരിപാടിയെല്ലാം നടക്കുന്നത്, ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാബുച്ചേട്ടൻ തകൃതിയായിട്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബുച്ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ഏബിൾ ഡിജിറ്റൽ മീഡിയ ആണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കാണണം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. കാരണം വലിയ വീഡിയോ എടുക്കുന്നില്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ബാബുച്ചേട്ടൻ്റെ വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ കാണുന്നതാണ്. കോപ്പറേറ്റിൻ്റെ പ്രശ്നം കാരണം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അധികം മ്യൂസിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു റോബോട്ട് ക്യാമറയാണ്, പിന്നെ 2 ആനേനെയൊക്കെ വെച്ചിട്ടുണ്ട്. ടാഗ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കയറണം. ഫോട്ടോഗ്രാഫ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റെയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. കയറി വരുമ്പോൾ തന്നെ പല സെക്ഷനിലായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിൽക്കേണ്ട ക്യാമറ സെക്ഷനാണ്, അതുപോലെ തന്നെ ഈ സൈഡിലാണ് സോണിയുടെ ക്യാമറ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് എല്ലാം ലൈവായിട്ട് മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ ക്യാമറയിൽ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ മോഡൽസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ ക്യാമറ കണ്ടുകൊണ്ട് തന്നെ അവർ ഫോട്ടോ ഡയറക്റ്റായിട്ട് എടുക്കണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരുപാട് വില കൂടിയ ക്യാമറകളൊക്കെ ഈ ഭാഗത്ത് കാണും കേട്ടോ. നിലവിൽ ഇവിടെ കുറേയധികം ക്യാമറകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ കൊടുത്തിട്ട് 3,43,000 ക്യാമറയാണ് കാണുന്നത്. പിന്നെ അത് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് തന്നെ മോഡൽസിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരുപാട് ക്യാമറകളൊക്കെ ഈ ഭാഗത്തുണ്ട്, പല പല മോഡലുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് 1,76 ചിലർ വരുന്നത് റേറ്റ്. നിക്കൻ്റെ എല്ലാ ക്യാമറകളും ഇവിടെ ഉണ്ട് കേട്ടോ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനുണ്ട്, ഡയറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറയുടെ കാര്യങ്ങൾ, ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത്. നമ്മുടെ ബാബുച്ചേട്ടൻ ഇവിടെ ക്യാമറ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഏത് ക്യാമറ? മൊബൈൽ വെച്ചിട്ട് ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ.
അപ്പോൾ നമുക്ക് മറ്റൊരു സെക്ഷനിലോട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേയധികം ബ്ലോഗിങ് ക്യാമറകളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതുകൊണ്ട് ബ്ലോഗിങ് ക്യാമറകളാണ്. റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്ലോഗിങ് ക്യാമറ നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് പോയി. അവിടെ സോണിയുടെ ക്യാമറ കാണാം. ഈ ഭാഗത്ത് സോണിയുടെയാണ്. ഇവിടെ അതുപോലെ തന്നെ കുറേ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറേയധികം മോഡൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാം. ഈ ഒരു ഭാഗത്ത് കുറേയധികം ലൈറ്റുകളൊക്കെ ഇട്ടുണ്ട്. ക്യാമറക്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള ലൈറ്റുകളെല്ലാം ഉണ്ട് ഇവിടെ. ഈ ഭാഗത്ത് കണ്ട ഒരുപാട് ലൈറ്റുകളൊക്കെ കാണാം. ഈ ഭാഗത്തും അതുപോലെയുള്ള ലൈറ്റുകളെല്ലാം ഉണ്ട്. കുറേയധികം ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. ഈ ഭാഗത്ത് ഒരുപാട് ലെൻസും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഇത് കരാട്ടെ മോഡലാണ്. മോഡൽ വിത്ത് കരാട്ടെ. ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കണം. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നിലവിൽ ഇവർ ഡൽഹിയാണ്. ഒരു 5 ആണെങ്കിൽ അവർ എന്തായാലും അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ്. 350 അതുപോലെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ക്യാമറ അസിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഫോട്ടോ പ്രിൻറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങൾ, അത്യാവശ്യമുള്ള അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ നിലവിൽ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് തന്നെയാണ്. ലേസർ ക്രാഫ്റ്റ്, കുറേയധികം ഫ്രെയിമുകളൊക്കെ കാണാം നമുക്ക്. ഒരുപാട് ഫ്രെയിംസൊക്കെ ഈ ഭാഗത്ത് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ഇവിടെയും കൂടെ നോക്കിയിട്ട്
ഓക്കെ